ഇനിയിപ്പോ നിങ്ങൾ കഴിയോ? ഗോവിന്ദോട്ട് പോലെ നമുക്ക് ഒരുമിച്ച് പോവാം. ഞങ്ങൾ മുട്ട കഴിക്കാൻ മടക്കാം. ഇത് അച്ഛമ്മക്കുള്ള മരുന്നാ, നോക്കല്ല. നമുക്ക് നമുക്ക് ആ കാർ കയറി പോവാം. കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി പറഞ്ഞത്? 1987 ഒക്ടോബറിലായിരുന്നു. 7 വർഷവും 5 മാസവും. കുറെ ചികിത്സ ചെയ്തു അല്ലേ? ഉവ്വ്. അലോപ്പതിയാണോ ആയുർവേദമാണോ? ഇനി ചെയ്യാനൊന്നും ബാക്കിയില്ല വൈദ്യരെ. ഹോമിയോയും യുനാനിയും വരെ കഴിഞ്ഞതാ. ശരി, ഞാനൊരു ഒറ്റമൂലി തരാം. തേനിൽ ചാലിച്ച് കഴിക്കാനുള്ളതാണ്. മാർക്കറ്റിൽ കിട്ടുന്ന മായം കലർന്ന തേനല്ല, നല്ല ഒന്നാം തരം ചെറുതേൻ. ഞങ്ങൾക്ക് ഇറങ്ങാനുള്ള സ്ഥലം എടുക്കാറേ വിജയ. ഇവിടെ എടുത്താണോ? തൊട്ടടുത്താ. ഇവിടെ ചേർത്ത് നിർത്തിയാൽ മതി. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങിക്കൂടെ? വലിയ ഉപകാരം. ഇതെന്ത് മര്യാദ ഗോവിന്ദൻകുട്ടി? ഞങ്ങളെ വീട്ടിലോട്ട് ക്ഷണിക്കുന്നില്ലേ? ഗോവിന്ദൻകുട്ടിയുടെ നാട്ടിൽ വന്നാലേ വീട്ടിലോട്ടൊന്ന് കയറിയിട്ട് പോകാന്നുള്ളൊരു ഭംഗിവാക്ക്. എന്റെ നാടോ? നന്നായി. ഞാനിവിടെ പരദേശിയടോ. രാജ്യരാമന്റെ നാട് വിട്ട് ഓടി വന്നതാ. എനിക്കിവിടെ സുഹൃത്തുക്കളോ ബന്ധുക്കളോ ആരുമില്ലടോ. ഞങ്ങൾക്ക് സരോജിനിയമ്മായി ഒന്ന് കാണാലോ. എന്റെ അച്ഛന്റെ ഫസ്റ്റ് കസിൻ അല്ലേ? പല വഴിക്ക് അകന്നു പോയെന്നല്ലേ ഉള്ളൂ. ഇവിടുന്ന് 5 മിനിറ്റ് നടക്കേണ്ടി വരും. അതാണോ വലിയ കാര്യം? താൻ ഇറങ്ങി വാ. കൊള്ളാം, നല്ല സ്ഥലം. അതാണ്ട് ഈ പാലം കയറി പോണം. അതെന്താ നടക്കാം? മോളെ ഇങ്ങതാ, ഞാൻ എടുക്കാം. അയ്യോ, സാരിയൊക്കെ മുഷിയും. കാറിലല്ലേ തിരിച്ചു പോന്നെ? സാരില്ല.